ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിൽ അലീന. ഇന്ന് ഹൈദരാബാദ് യാത്രയുടെ മൂന്നാമത്തെ ദിവസമാട്ടോ. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഗോൾക്കൊണ്ട കോട്ട. ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട സമുച്ചയങ്ങളിൽ ഒന്നാണ് ഈ ഗോൾക്കൊണ്ട ഫോർട്ട്. ഇതിന്റെ ചരിത്രമൊക്കെ തുടങ്ങുന്നത് അങ്ങ് 13-ാം നൂറ്റാണ്ടിലാട്ടോ. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു കവാടമാണ് ഇവിടുത്തെ ഫത്തേഹ് ദർവാസ എന്നറിയപ്പെടുന്ന ഗേറ്റ് ഓഫ് വിക്ടറി. 1687 ഈ കോട്ടയുടെ മുകളിലുള്ള വിജയത്തിന് ശേഷം മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബാണ് ആ ഒരു കവാടത്തിന് ഫത്തേഹ് ദർവാസ എന്നൊരു പേര് കൊടുത്തത്. ആ കവാടത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യയിലെ വാസ്തുവിദ്യ അത്ഭുതങ്ങളിൽ ഒന്നാണെന്ന് തന്നെ അത് പറയാം. അതായത് ആ കവാടത്തിനുള്ളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് നമ്മൾ കൈകൾ കൊട്ടിയാൽ അത് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള ഈ കോട്ടയുടെ പവിലിയനിന് മുകളിൽ കേൾക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പണ്ട് കോട്ട നിവാസികൾക്ക് വരാനിരിക്കുന്ന അപകടത്തെ പറ്റിയൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുന്നതിനാട്ടോ ഈ ഒരു വാസ്തുവിദ്യ ടെക്നിക്ക് അവർ ഉപയോഗിച്ചിരുന്നത്. ഈ കോട്ടയുടെ നിർമ്മാണം തുടങ്ങുന്നത് ഏകദേശം 1143-ലാണ്. ഇതിന്റെ നിർമ്മാണത്തെ ചുറ്റിപ്പറ്റി ചില ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഇതിനെ പറഞ്ഞിരുന്നത് ഷെപ്പേർഡ് ഹിൽ എന്നാണ്. തെലുഗുവില് ഗൊല്ല എന്ന് പറഞ്ഞ ഇടയനെന്നും കൊണ്ട എന്ന് പറഞ്ഞ മലയെന്നുമാണ്. അങ്ങനെയാണ് ഗോൾക്കൊണ്ട എന്ന പേര് തന്നെ ഇതിന് വന്നത്. ഈ മലയുടെ മുകളിൽ പണ്ട് ഒരു ഇടയനായ ബാലൻ ഒരു വിഗ്രഹം കണ്ടെന്നും അതിവിടുത്തെ കാകതീയ രാജവംശത്തിൽപ്പെട്ട രാജാവിനെ അറിയിച്ചെന്നും അങ്ങനെ രാജാവ് ഈ മലയുടെ മുകളിൽ ഒരു മണ്ണ് കൊണ്ട് കോട്ട പണിതെന്നു ആണ് ഐതിഹ്യം. പിന്നീട് 14-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിൽ ബഹ്മാനി സുൽത്താന്മാരും പിന്നീട് ഭരിച്ചിരുന്ന കുത്തബ് ഷാഹി രാജവംശമൊക്കെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കോട്ട മാറ്റിയത്. ഇതിന്റെ പുറംകോട്ട 4.8 കിലോമീറ്റർ നീളത്തിലാട്ടോ വ്യാപിച്ചു കിടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കേട്ടുപരിചയം ഉള്ള ഒന്നാണല്ലോ ഈ കൊഹിനൂർ ഡയമണ്ട്. പണ്ടത്തെ ആന്ധ്രാപ്രദേശ് കൊല്ലൂർ മൈനിൽ നിന്നുമാണ് അത് കിട്ടിയത്. അന്നത്തെ കാലത്ത് ഈ കൊഹിനൂർ ഡയമണ്ട് ഏറ്റവും സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഗോൾക്കൊണ്ട ഫോർട്ട്. അങ്ങനെ കുറെ വർഷങ്ങൾ അത് സേഫായിട്ട് വെച്ചിരുന്നത് ഈ ഒരു ഫോർട്ടിലാട്ടോ. കിലോമീറ്ററുകൾ അപ്പുറമുള്ള മലയായ ബഞ്ചാര ഹിൽസിൽ നിന്നുമാണ് പണ്ട് ഇങ്ങോട്ടേക്ക് ടണലുകൾ വഴി വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ ടോപ്പിൽ കയറുമ്പോഴുള്ള വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മാത്രമല്ല ഇതിന്റെ മുകളിൽ കയറുമ്പോഴാണ് ഈ ഒരു കോട്ട എത്രത്തോളം വിസ്താരമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഇവിടെ റൂമുകളൊന്നും വേർതിരിച്ചുകൊണ്ട് ഡോറുകളൊന്നും ഇല്ല കേട്ടോ. പണ്ട് ഇവിടെ ഒക്കെ കർട്ടൻ ഇട്ടാണ് വേർതിരിച്ചുകൊണ്ടിരുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. ഇവിടെ വരുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഈവനിങ് ടൈമിൽ വരിക അല്ലെങ്കിൽ മോർണിംഗ് ടൈമിൽ വരിക. 9 to 5:30 വരെയൊക്കെയാണ് ഇത് ഓപ്പൺ ആയിട്ട് ഉള്ളത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് പോവാണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.